ഇന്നെന്താ പരിപാടി എന്നല്ലേ? ഇതാ കുറച്ച് എല്ല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ചക്ക ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇന്ന് പപ്പയും മമ്മിയും ചേട്ടനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇച്ചിരി ചക്ക ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം. ഇതാ ഞാൻ കുറച്ച് ചക്കയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിൽ കണ്ടോ, ചുള അടത്തിയിട്ട് ഇങ്ങനെ നീളത്തിലരിഞ്ഞ് ഇങ്ങനെ വട്ടത്തിൽ വേണമെങ്കിലും അരിയാം. ഞാനിപ്പോൾ നീളത്തിലായിരുന്നു. അതുപോലെ തന്നെ എല്ലി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടുന്ന മസാലപ്പൊടികളാണ് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ബീഫ് മസാല, കുരുമുളക് പൊടി. പിന്നെ നമുക്ക് ബീഫിനകത്ത് ഇടാൻ കുറച്ച് സവാള, ഒരു 2 സവാള അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി ചതച്ചത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് അരയ്ക്കാനുള്ളതാണ്. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയൊരു തേങ്ങ. പിന്നെ 3-4 ചെറിയുള്ളി, 2 പച്ചമുളക്, കുറച്ച് ചെറുജീരകമല്ല പെരുംജീരകം, അതും കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും വെച്ചിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം. ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ എല്ല് നമുക്ക് വേവിക്കുക എന്നുള്ള. നമുക്ക് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന എല്ല്, ഇത് മുഴനഞ്ചൊന്നും അല്ല കേട്ടോ, നമ്മൾ ലേറ്റായി പോയി മേടിക്കാൻ, അപ്പം അത്ര അടിപൊളിയൊന്നുമല്ല. അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് ഇറച്ചിയും കൂടെ ചേർത്തു. അപ്പം ഇതാ, അല്ലെങ്കിൽ ഒന്നും തിന്നാൻ ഉണ്ടാവില്ല. ഇന്നത്തെ ഇച്ചിരി പറ്റിയിലായിപ്പോയി. സവോള, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി. നമുക്ക് ഈ പൊടികളെല്ലാം തട്ടിക്കൊടുക്കാം. ഇതെല്ലാം പാകത്തിനുള്ളതാണ് കേട്ടോ. 1 സ്പൂൺ മുളക് പൊടിയും, പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ 1 സ്പൂൺ നമ്മുടെ ബീഫ് മസാല എടുത്തിട്ടുണ്ട് കേട്ടോ. പാകത്തിനുപ്പ്, കുറച്ച് വെള്ളം. ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി വേവിക്കാൻ വെക്കാം. ഇച്ചിരി കൈവെള്ളവും കൂടെ കുടഞ്ഞ് ഇനി നമുക്ക് വേവിക്കാം. മൂടി വെച്ച് ഒരു 7 വിസിലെങ്കിലും വരട്ടെ കേട്ടോ. വന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ വേവിക്കാം, ഇല്ലെങ്കിൽ ഓക്കെ. ഈ സമയം കൊണ്ട് നമ്മുടെ ചക്ക അടുപ്പേ കയറ്റണം. എല്ലാം ഇങ്ങനെ അരിഞ്ഞിട്ട് ഒരു സ്റ്റീമറിലോട്ട് കയറ്റി ആവി കയറ്റുക ചെയ്യുക. ഒരു സ്റ്റീമറിനകത്തോട്ട് ഇടാവേ. 2 പച്ചമുളകും ഇച്ചിരി കറിവേപ്പിലയും ഇച്ചിരി ഉപ്പും കൂടെ ചക്കയ്ക്കകത്തിട്ടെ. ഇനി നമുക്ക് ഇതിനകത്തും കൂടെ ഒന്ന് പുഴുങ്ങണം. നമുക്ക് ഇതങ്ങ് അടച്ചേക്കാം. ചക്ക അങ്ങ് വെന്തോട്ടെ. ഇനി നമ്മുടെ ഈ തേങ്ങ ഒന്ന് ചതച്ചെടുത്തോണ്ട് വരണം, ഒതുക്കിയെടുത്തോണ്ട് വരണേ. കാര്യം എന്ന് വെച്ചാൽ എല്ലും ചക്കയൊക്കെ ഒരുപോലെ അങ്ങ് വേകും. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒതുക്കിയെടുത്തോണ്ട് വരാം. കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കാവേ. എല്ലൊക്കെ നല്ല പോലെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. ഒരു നുള്ളുപ്പിൻ്റെ കുറവുണ്ടേ, ഇത്ര മതി. ഒരു ചെമ്പൂട്ടി എടുത്തിട്ട് ചക്കയൊക്കെ വെന്തിരിക്കുക കേട്ടോ. ഇതാന്ന് നോക്കിയേ, നമ്മുടെ സ്റ്റീമറിനകത്ത് ചക്കയൊക്കെ സെറ്റാണ്. ഇത്രേ വേഗമുള്ളൂ കേട്ടോ, ഒത്തിരി വെന്ത് പോരുതേ. ആദ്യം തന്നെ നമുക്ക് എല്ലിട്ട് കൊടുക്കാം. എല്ലിനകത്ത് ഒരുപാട് വെള്ളം പാടില്ല കേട്ടോ. ചക്കയ്ക്ക് ഈ കപ്പവട പോലെ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് വെള്ളം ഒത്തിരി വേണ്ട. മസാലയില്ലേ, അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ച് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങാപ്പീര, ചക്ക ഇട്ട് കൊടുക്കാം. ഇതാ, ഒത്തിരി മൂത്ത് പോകാത്ത ചക്കയായിരിക്കണേ. അങ്ങനെയാണെങ്കിൽ പുളിരസമൊക്കെ ഉണ്ടാവില്ല, അതൊന്നും പാടില്ല. ഇനി ആ തേങ്ങയും കൂടെ ബാക്കി വന്ന അരപ്പും കൂടെ അങ്ങ് ചേർത്തു. ഈ അരപ്പിനൊരു ഇച്ചിരി ഉപ്പ് വേണേ. അപ്പോൾ നമുക്കൊരു നുള്ളുപ്പും കൂടെ ഇടാം. പിഞ്ച് മതി.
ഇച്ചിരി കറിവേപ്പില, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു പിഞ്ച് ഗരം മസാല, ഒരു പിഞ്ച് കുരുമുളക് പൊടി മതിയേ. എന്നിട്ടിത് മൂടണം. ഒന്നാവി കയറണേ. ചെറുതീയിൽ ഒന്നാവി കയറിയിട്ട് ഇളക്കി കൂട്ടിയെടുക്കാം കേട്ടോ. ആവിയൊക്കെ കയറി ഇനി നമ്മൾ ഇളക്കി കൂട്ടുന്ന പരിപാടിയാണ് കേട്ടോ. ഇതാ നോക്കിയേ, സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇളക്കി കൂട്ടാവേ. എല്ലിനകത്ത് അധികം വെള്ളവും പാടില്ലേ, അല്ല കുഴഞ്ഞു പോവും. നമ്മുടെ ചക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്ക്, കുറച്ച് കഴിച്ച് കാണിക്കണ്ടേ, നമുക്കത് കഴിച്ചു നോക്കണ്ടേ. എല്ലൊക്കെ നല്ലപോലെ വെന്തേ. ചക്ക ഉണ്ടോ? നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും അല്ലേ? എന്നാലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണേ, നല്ല സൂപ്പറാണ്. ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാം. ഇതിന് പ്രത്യേകിച്ച് അച്ചാറൊന്നും വേണ്ട. സവാള വേണമെങ്കിൽ ഒരു ചെറുതായിട്ട് ചള്ളാസ് പോലെ വിനാഗിരി ഒഴിച്ചിട്ട് അത് കഴിക്കാം. സൂപ്പറാട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.